നമുക്കിന്ന് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതകളെക്കുറിച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ്. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ട് ദൗത്യത്തിന്റെ ഭാഗമായി 2025 കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം ഏതാണ്? നിള. 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KV കുമാരൻ. ഏഷ്യയിലെ ആദ്യത്തെ നാഷണൽ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തുറന്നത്? മധ്യപ്രദേശ്. ക്യാമ്പസുകൾ ലഹരിവിമുക്തമാക്കുന്നതിനുള്ള ഗവർണറുടെ ക്യാമ്പയിനിന്റെ പേരെന്താണ്? ലഹരിയോട് സന്ധിയില്ല. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ദിയാസലായ്. യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച് 2025 ജനുവരി 27 ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസ് 2025 ജനുവരി 28 ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരാഖണ്ഡ്. 2025 സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ച അറബ് രാഷ്ട്രം ഏതാണ്? UAE. മേജർ ധ്യാൻചന്ദ് അവാർഡ് 2024 നേടിയ പാരാ അത്ലറ്റ് ആരാണ്? പ്രവീൺ കുമാർ. 38ാമത് ദേശീയ ഗെയിംസിനുള്ള വിളക്കിന്റെ പേരെന്താണ്? തേജസ്വിനി. ഗ്ലോബൽ ഫയർ പവർ സൂചികയിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4. 38ാം ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത ആരാണ്? ഹർഷിത ജയറാം. 2024 കേരള സംസ്ഥാന ബജറ്റ് 2025 ഫെബ്രുവരി 7 ആരാണ് അവതരിപ്പിച്ചത്? ബാലഗോപാൽ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. 2025 അഭിമാനകരമായ നിശാഗന്ധി പുരസ്കാരത്തിന് ആരെയാണ് തെരഞ്ഞെടുത്തത്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല? തൃശൂർ. 2025 കേരളത്തിന് എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത്? 5. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ റെയിൽവേ പാലം ഏത്? പാമ്പൻ പാലം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. 2025 IPL കിരീടം നേടിയത് ആര്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? കാരിച്ചാൽ ചുണ്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം? കോഴിക്കോട്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലം? ചെനാബ് റെയിൽവേ പാലം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്? PT ഉഷ. കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി? മൻസൂർ മാണ്ഡവ്യ. 2025 പ്രഥമ ഗെയ്ഗോ ലോകകപ്പിലെ ഇന്ത്യൻ പുരുഷൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി താരം? B നിഖിൽ. 2025 പ്രഥമ ഗെയ്ഗോ ലോകകപ്പിന്റെ വേദി? ന്യൂഡൽഹി. 2025 പ്രഥമ ഗെയ്ഗോ ലോകകപ്പ് പുരുഷ വനിതാ വിഭാഗം കിരീടം നേടിയത്? ഇന്ത്യ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ? P സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം? സ്ത്രീ ശക്തി. 2025 മാർച്ച് 17 വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവ്? മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര്? മുഖരാഗം. ഡ്രോൺ ആക്രമണങ്ങളെ തടയാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഭാർഗവാസ്ത്ര. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ? വൈഭവ് സൂര്യവംശി. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഖത്തർ എയർലൈൻസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ? പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? ബീഹാർ. 2026 ഓഗസ്റ്റ് 22 വരെ കാലാവധി നീട്ടിയ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി? ഗോവിന്ദ് മോഹൻ. 2025 മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരം ആരാണ്? ജോർജ് ഫോർമാൻ. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ബ്രാൻഡ് അംബാസിഡർ ആര്?
ടോവിനോ തോമസ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. IPL അരങ്ങേറ്റത്തിൽ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. കരാറുകാർക്ക് ബില്ലുകൾ മാറാൻ വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം കെഫ്റ്റ്. കബഡി ലോകകപ്പ് 2025 പുരുഷ വിഭാഗം ജേതാക്കളായ രാജ്യം ഇന്ത്യ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന 2ാം സ്ഥാനത്തുള്ള വ്യക്തി നരേന്ദ്രമോദി. ശുചിത്വ സാഗരം സുന്ദരതീരം മികച്ച ജില്ലയായി തെരഞ്ഞെടുത്തത് കോഴിക്കോട്. ഇന്ത്യയുടെ സുദർശന ചക്ര എന്നറിയപ്പെടുന്നത് S-400 മിസൈൽ. ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. ക്രാന്തി ഗൗഡ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2025 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ. വനിതാ യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ട്. സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപ. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം കതിരവൻ. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM 89.6. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൽ നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി K-ഹോംസ്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷകബാല്യം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം. 2024 ഐവറി പുരസ്കാരം ലഭിച്ച വ്യക്തി KS ചിത്ര. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യൻ ഫെഡറേഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബഹദൂർ സിംഗ് സാഗു. രഞ്ജി ട്രോഫി 2024-2025 സീസൺ ജേതാക്കൾ വിദർഭ. 2025 ജലസുസ്ഥിരത സമ്മേളനം സംഘടിപ്പിച്ച നഗരം ഡൽഹി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ജനാബ് പാലത്തിന്റെ നീളം 1315 മീറ്റർ. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി A. ജയതിലക്. ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.